ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം, അത് എറണാകുളം ജില്ലയുടെ അധീനതയിലുള്ള ഊന്നുകല്ലിന് തൊട്ടടുത്തുള്ള ഒരു ഭാഗമാണ് ഇഞ്ചത്തൊട്ടി. പെരിയാറിൻ്റെ മനോഹാരിതമായ കുളം അങ്ങനെയൊക്കെ പറയുമല്ലോ, മനോഹരമായിട്ടുള്ള നല്ലൊരു കാഴ്ചയും ഇവിടുത്തെ ചെറുതും വലുതുമായിട്ടുള്ള ഫുഡ് എക്സ്പ്ലോറിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ നമ്മുടെ കൂടെ വില്ലേജ് വ്ളോഗ് ബൈ ടിജോ ബ്രോ നമ്മുടെ കൂടെയുണ്ട്. എന്നാലും ഇന്നത്തെ വീഡിയോ ഇന്നത്തെ പോലെ അടിപൊളിയായിരിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇഞ്ചത്തൊട്ടി പാലത്തിൻ്റെ അടിയിൽ നല്ല കിടുക്കാൻ ചേരുള്ള അടിപൊളിയായിട്ടുള്ള നല്ല നാരങ്ങ വെള്ളമാണ്. 5 ജാതിക്ക നാരങ്ങയൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടുള്ള നാരങ്ങ വെള്ളമാണ് മക്കളെ. നമുക്ക് കുടിച്ച് നോക്കാം. രണ്ടാമതായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. തട്ടേക്കാട് പക്ഷിസങ്കേതത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ വീഡിയോ. അവിടെ നമ്മുടെ രീതിയിൽ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടും കാണുക. ശേഷം നമ്മൾ മെയിനായിട്ട് ഫുഡ് ഫോക്കസ് ചെയ്താണ് വീഡിയോ ചെയ്യണത്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യുക, ലാസ്റ്റ് വരെ കാണുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ഐ ആം രമേഷ്. വെൽക്കം ടു ഇഞ്ചത്തൊട്ടി പാലത്തിൻ്റെ ബോട്ടിംഗ് ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് നേരെ മുകളിലോട്ട് കയറുന്ന സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അപ്പുറം വലിയൊരു വിജൃംഭിച്ച വലിയൊരു പാലമാണ്. കേരളത്തിലെ നമ്പർ 1 പാലം എന്നാണ് എല്ലാവരും പറയണത്. അതുപോലെ തന്നെ അവിടെ മുന്നറിയിപ്പ് പലകയൊക്കെ ഉണ്ട്. അത് പാലിച്ച് കൃത്യമായിട്ട് നമ്മൾ പോവാം. അതുപോലെ തന്നെ കുറേ തീറ്റ സാധനങ്ങൾ വഴിവക്കലുണ്ട്. പറ്റുവാണെങ്കിൽ കഴിക്കാം, ഉറപ്പ് പറയുന്നില്ല. ഊണൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഊണ് കിട്ടുവാണെങ്കിൽ ആദ്യം കയറി കഴിച്ചേനെ. പക്ഷേ സോഡ നാരങ്ങ വെള്ളം അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുള്ളൂ. അതുണ്ട് ഇളക്കൊണ്ട് മറ്റേ നമ്മുടെ ഇതിനകത്ത് പറയുന്ന പോലെ, ജഗതി പറയുന്ന പോലെ ഇളക്കൊണ്ട് ഞാൻ കയറണോ? എനിക്ക് പേടിയാന്ന്. അയ്യോ, ചെറിയൊരു പാലമാണ്. കഷ്ടി ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന, 2 പേർക്ക് അങ്ങോട്ട് പോകണം നടക്കാൻ പറ്റുന്ന ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ 2 സൈഡും വെള്ളമാണ്. Began to feel the fire. We rise like കറക്റ്റാ പെരിയാറിൻ്റെ നടുക്ക നമ്മളിപ്പോൾ നിൽക്കണേ. നല്ല രസമുണ്ട് ഇവിടെ. വേണ്ട നടക്കുന്നു. സാറ്റ് നടക്കാൻ നിൽക്കണേ. നല്ല പേടി വന്ന് കാലും കൈയൊക്കെ വിറക്കണേ. എങ്ങാണ്ട് ഇത് എൻ്റെ വെയിറ്റ് കാരണം താഴെ ചാടിയ അവസാനേ പറയണം. തൂക്കുപാലം എന്ന് വെച്ചാൽ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് കേട്ടോ. കേരളത്തിൽ തന്നെ നീളം കൂടിയ തൂക്കുപാലം എന്നാണ് ടിജോ ബ്രോ പറഞ്ഞത്. അതറിയത്തില്ല എങ്ങനെയാണ്. പക്ഷെ അപ്പുറം നോക്കി മൊത്തം കായലാണ്. ഗായ്സ്, ഞാൻ താഴെ വീണാൻ എന്താ പോലും എനിക്കറിയത്തില്ല. ടിജോ ബ്രോ കണ്ടോ, എന്തോ ഒരു ടൂർ എൻജോയ് ചെയ്യുന്ന പോലെ ഇതേ പോണേ ഫോറസ്റ്റ് ഏരിയ ആണിത് ഫുള്ളും. പിന്നെ നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാറ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നടുക്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. കണ്ട, നമ്മളീ പാലം അക്കരയിൽ നിന്ന് ഇക്കരെ വന്നിട്ടുണ്ട്. നമ്മൾ കയറി വന്ന പാലം അങ്ങ് ദൂരെ വരെയുണ്ട്. കണ്ട,
വണ്ടി എടുത്തോട്ടെ എടാ. ഇതാണ് ഇഞ്ചത്തൊട്ടിയിലെ ഇഞ്ചി നാരങ്ങ വെള്ളക്കട. സാറ്റ് ലൊക്കേഷൻ പാലറ്റിന്റെ ഇപ്പുറമുള്ള ഒരു ചെറിയൊരു കടയാണ്. ഇതൊരു ഗ്ലാസ്സിന് 20 രൂപ വെച്ച് കിട്ടും കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. ഒരു കബിള് കുടിച്ചാൽ മതി, പിന്നെ വേറെ ലെവലാണ്. അടിപൊളി നല്ല അഡാറ് സൂപ്പർ സാധനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നാരങ്ങളാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇത് കഴിക്കണം മക്കളെ, വേറെ ലെവലാണ്. ഇവിടുന്ന് തട്ടേക്കാട് വണ്ടി എവിടെയാ? വണ്ടി എത്ര വെച്ചോ? അപ്പോൾ നേരെ മുമ്പോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പോവാം. പുന്നേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരിഞ്ഞു പോകണം. തട്ടേക്കാട് പുന്നേക്കാട് നിന്ന് തിരിഞ്ഞ് തട്ടേക്കാട് എങ്ങനെയുണ്ട്? അത് തിരിച്ചു വന്നാൽ പുന്നേക്കാട് വന്നിട്ട് നേരെ കീരമ്പാറ എന്നുള്ള സ്ഥലത്ത് വീണ്ടും തിരിഞ്ഞ് കയറിപ്പോ തിരിച്ചു വന്നിട്ട് വേണം അങ്ങോട്ട് പോകണ്ടേ. പിന്നെ മുമ്പോട്ട് പോരുത് തട്ടേക്കാട് കീരമ്പാറയ്ക്ക് പോകാൻ പറ്റുമോ? ഇക്കരെ സൈഡിൽ പോകാൻ പറ്റില്ല, ഇക്കരെ കറങ്ങി വരണം. ഇതിൻ്റെ കൂടെ കുറച്ച് സോഡയും ചേർത്ത് പിന്നെ ഒരു ഉപ്പും കൂടെ ചേർക്കണം. ഞാൻ ഉദ്ദേശിച്ചത് നാരങ്ങ കേട്ടോ. ഞായറാഴ്ചകളൊക്കെ തിരക്കുണ്ടോല്ലേ? പിള്ളേർ പരീക്ഷയിട്ടല്ലേ? നല്ല നല്ലപോലെ തിരക്കുണ്ട്. ഉപ്പ് ഷൂല് ഞാൻ അടിച്ചായിരുന്നു. പൊടിച്ചോ അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ലൊരു മോരുവെള്ളത്തിൻ്റെ ടേസ്റ്റാണ്. അതായത് മോരുവെള്ളത്തിന് അത് സോഡ ഒഴിച്ച് തന്നുള്ള ടേസ്റ്റാണ്. ആവശ്യത്തിന് മധുരം, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കറക്റ്റാണ്. ജാതിക്കയുടെയും ഇഞ്ചിയുടെ ടേസ്റ്റ് ഹെവി ടോസാണ്. ഇവിടെ വന്ന് ഇത് കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കാണ്. നല്ല അടിപൊളി നാരങ്ങ വെള്ളം കേട്ടോ. നോർമൽ നാരങ്ങ വെള്ളത്തെക്കാളും ഒക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. എല്ലാം കുടിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു മധുരമുണ്ട്, അതാണ് വേറെ ലെവല്. മക്കളെ ഇത് നിങ്ങൾ കഴിച്ചിരിക്കണം. ഇഞ്ചത്തൊട്ടിയിലെ ഇഞ്ചി നാരങ്ങ വെള്ളം എവിടെ കിട്ടുമെന്ന് ചോദിച്ച് നിങ്ങൾ കഴിച്ചിരിക്കണം. ഓക്കെ. Yes. നല്ല വിജിലംബിച്ച പാല്. കമോൺ. നാല് വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങൾ ഒന്നാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. 2012 ഈ പാലം പണി കഴിപ്പിച്ചത്. ഇതിന് 4 വീതിയാണുള്ളത്. 183 മീറ്റർ നീളവും. നമുക്ക് പോകുമ്പം ചെറുതായിട്ടൊക്കെ ആട്ടമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്, എന്നാലും നല്ലൊരു തൂക്കുപാലമാണ്. ആ മോര് താഴത്തെ ഒരു കടയുണ്ട്. കടയിൽ അടിപൊളിയായിട്ട് ഒരു സോഡ നാരങ്ങവെള്ളം കിട്ടും. ഇഞ്ചിയും പച്ചമുളകും അതുപോലെ ജാതിക്കയൊക്കെ ഇട്ട നല്ല സൂപ്പർ നാരങ്ങവെള്ളം കിട്ടും. കഴിയുന്നവരൊന്ന് കഴിച്ചു നോക്കാം. സ്ഥലത്തിന് പേരായിരുന്നു ഇഞ്ചത്തൊട്ടി. അപ്പം താഴത്തെ നാരങ്ങളും നേരത്തെ പറഞ്ഞാൽ ഇഞ്ചി നാരങ്ങളും. ഇഞ്ചത്തൊട്ടി ഇഞ്ചി നാരങ്ങ. ശരിക്ക് കയറുമ്പോൾ നല്ല ഓക്കെ. നമുക്കിങ്ങനെ ഈ തൂക്കുപാലത്തെ കൂടെ ഒന്ന് നടന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് അങ്ങോട്ട് നടന്നു വരാം. ആ പറയൂ ബ്രോ. വഴിക്കൂടെ പോലെ കൂടെ ഇഞ്ചക്കുടി പാലം
നമ്മൾ അധികം ഒന്നും വീഡിയോ എടുക്കുന്നില്ല. ഓക്കെ, കണ്ടിട്ടില്ല, അതിന് കാര്യം വേറെ ഒന്നുമില്ല. പിന്നെ പറയുകയാണെങ്കിൽ എന്തായാലും വരുമ്പോൾ ഇവിടെ ഒന്ന് എന്തെങ്കിലും പൈങ്ങോട്ടൂർ ഭാഗത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട സ്ഥലമാണ് നമ്മുടെ ഈ ഇഞ്ചക്കുടി പാലം. ഓക്കെ, പക്ഷേ ചെറിയൊരു പേടിയുണ്ട്. എന്ന് വെച്ചാൽ പാലം നന്നായിട്ട് ആടുന്നുണ്ട്, പക്ഷെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട്. കണ്ട, ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ. എൻ്റെ ഇവിടുത്തെ വെയിലാണ്. പറ്റുവാണെങ്കിൽ കുറച്ച് വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് വരിക. സീസണത്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല, അതിൽ പറയാം. നിൽക്ക് ഒരു വണ്ടി വരുന്നത് കാണിച്ചു. ഈ സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമില്ല. വണ്ടിയൊക്കെ ഉണ്ട്, ബൈക്കൊക്കെ ഇതിലൂടെ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ അധികം എന്നാ പറയുക, ഇത് സ്ട്രോങ് അല്ല. എന്നിട്ട് നോട്ടീസ് ബോർഡൊക്കെ എഴുതിയിട്ടില്ല. നമുക്കത് അറിയത്തില്ല, വേണമെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ശരിക്കും നമ്മളിപ്പം സൂവിലായിരിക്കണം. സൂവിലല്ല, തട്ടേക്കാട് പക്ഷി സങ്കേതം. പക്ഷി സങ്കേതത്തിൽ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇവിടെ ഫുഡ് ബ്ലോഗ് പറ്റിയ സാധനങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് കാണാനേ പറ്റുള്ളൂ. ഫുഡ് വേണമെങ്കിൽ പുറത്ത് പോയി കഴിക്കണം. ഓക്കെ, എന്തായാലും നമുക്ക് സ്വർണ്ണക്കോഴി ഇപ്പം കാണിച്ചാൽ സ്വർണ്ണക്കോഴി കാണിച്ചു തരാം. പക്ഷേ ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പാലവും സെറ്റപ്പും മേൽക്കൂതി ഇവിടെ ഇങ്ങനെയായിരുന്നു. നല്ല അടിപൊളി സ്ഥലമാണ്. ഞാൻ ഉദ്ദേശിച്ച കാലത്തെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, ജിജോബ്രോ ഉണ്ട്. നമ്മുടെ നല്ല അടിപൊളി വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ ഈ ഒരു സ്ഥലം കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാവുന്നതാണ്. റീൽസ് ഇടാനും സ്റ്റാറ്റസ് ആകാനൊക്കെ പറ്റിയ സ്ഥലമാണ്. എന്തായാലും ഇവിടെ വരുമ്പോൾ ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുക. അറ്റ്മോസ്ഫിയറാണ് ശരിക്കും ഇവിടെയൊക്കെ. എന്തായാലും മിസ് ചെയ്യാതിരിക്കുക, എന്തായാലും ഇങ്ങോട്ട് വരിക. ഓക്കെ, നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് പോകാനേ തോന്നത്തില്ല. അങ്ങനെ പോയേ പറ്റുള്ളൂ. വീട്ടിൽ പോയില്ലെങ്കിൽ കഞ്ഞി കുടിക്കാൻ പറ്റില്ല, നല്ല വിശപ്പുണ്ട്. അപ്പം എന്തായാലും ചിൽഡ്രൻസ് പാർക്കാണ്. നല്ല നേരത്തെ വളരെ വൃത്തിക്കൊക്കെയാണ് അവർ പരിപാലിച്ച് പോകുന്നത്. നല്ല ഒറ്റ വില പോലും ഇല്ല. അത് ക്ലിയർ ആയിട്ട് പരിപാലിച്ചാണ് പോണത്. പല കാര്യത്തിലും എന്തായാലും ഹാറ്റ്സ് ഓഫ് കൊടുക്കാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് വലിയൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കാം. അതുപോലെ തന്നെ ടൂറിസ്റ്റുകാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു മൂങ്ങയുണ്ട്. എനിക്ക് ഈ മൂങ്ങ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാ അറിയില്ല, ഒറിജിനൽ മൂങ്ങ തന്നെ. മൂങ്ങ, വെള്ളി മൂങ്ങ, മൂങ്ങ. ഇതൊരു കൂട്ടാൻ്റെ പേരാണ് മൂങ്ങ. കാണിച്ചു തരാം. കണ്ടത് എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണ്. അവിടേക്ക് കയറി നല്ല ഭംഗിയാണ്. മറ്റേ ഈ ലവേഴ്സിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇതിൽ ഇവിടെ എന്ത് തോന്നിയാസം ചെയ്യാനുള്ള പെർമിഷൻ അല്ലാതെ. ഇവിടെ കിഡ്സ് ഗാർഡനാണ്. ഇവിടെ 24 CCTV ഒക്കെ ഉണ്ട്. സാമാന്യ മര്യാദയോടെ വരുമ്പോൾ പെരുമാറും. നല്ല ഭംഗിയാണ്.
മയിലിൻ്റെ സൗണ്ട്, പൂച്ചയുടെ സൗണ്ട് പോലെ. ഇത് നമ്മുടെ ചിച്ചോ ബ്രോ. ബ്രോ ഇവിടെ ഹായ്, ബോട്ടിംഗ് ആണ്. നല്ല അടിപൊളി പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അതില്ല കുറച്ച് ആൾക്കാരുണ്ട്, അത് മതി. Come on. ഹായ്, നല്ല മുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കറി വെക്കുന്ന പല ടൈപ്പ് മീനുകളുണ്ട്. പുഴമീനും ഉണ്ട്, കടൽ മീനും ഉണ്ട്, എല്ലാം ഉണ്ട്. ഗായ്സ്, ഇതാണ് ഏഞ്ചൽ ഫിഷ്. ഇതാണ് ഏഞ്ചൽ ഫിഷ്, നന്നായി കണ്ടോളൂ. ഗായ്സ്, ഇതാണ് മയില്. ഇതാണ് നമ്മുടെ ദേശീയ പക്ഷിയായ മയില്. മയിലാണ് ഗായ്സ്, മയില് മയില്. മയിലേ മയിലേ വാ മുകിൽ മയിലേ പാടിയതല്ലേ. എൻ്റെ അടുത്ത് വന്നേക്കുവാണ്. കൊച്ചിനെ പിടിച്ചോ, അത്ര വലിയ ധൈര്യമൊന്നും അവിടെ നിന്നാ മതി, നീ സ്നേഹിക്കേണ്ടത്. അതിനെ നോക്കി കച്ച ഫോട്ടോ എടുത്ത് ഇവിടെ നോക്കി ചോദിക്കേ. ഇവിടെ ഒന്നുമില്ല. അതേ എൻ്റെ ലാംഗ്വേജിൽ നമുക്കൊന്ന് വേണ്ടി നോക്കാം. കിന്നാരക്കോഴി. ഈ കോഴിയെ കാണുമ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ചങ്കിനെയാണ് ഓർമ്മ തന്നെ. അവന് ഏകദേശം ഇതുപോലെ ഉണ്ടാവും. കാരണം അവൻ്റെ സ്വന്തക്കാരോ ബന്ധുക്കാരോ ഒക്കെ ആയിരിക്കും, പറയാൻ പറ്റില്ല. അപ്പം ഇവനെ കാണുമ്പോൾ എനിക്ക് അവനെ ഓർമ്മ തന്നെ. കിന്നാരക്കോഴി പല വ്യത്യസ്തമായ കോഴിയാണ്. സുവർണ കോഴി, സുവർണ കിന്നാരക്കോഴി. ഈ കറക്റ്റ് വേറെ തരം വേറൊരു ചങ്കിനെയാണ് ഓർമ്മ തന്നെ. സുവർണ കിന്നാരക്കോഴി. കോഴിയേ കോഴി കോഴി. പക്ഷെ നല്ല ഭംഗിയാട്ടോ കാണാൻ, അടിപൊളിയാണ്. ഇതൊക്കെ വംശനാശം നേരിടുന്ന പല ജീവികളിലൊന്നാണ്. അതുപോലെ തന്നെ ചങ്കും, പറയാൻ പറ്റില്ല, രണ്ടും ഒരു കണക്കപ്പെടുന്നതായിരിക്കും. ചോദിച്ചേക്കാം. സ്വർണ്ണക്കോഴി, ഗോൾഡ് ഹെൻ. സ്വർണ്ണക്കോഴിയെ, കോഴി എന്തേ? ഇത് സിൽവർ ആണല്ലോ, ഇത് ഗോൾഡ് ഹെൻ എന്ന് പേര് വെച്ച്. ഓക്കെ. ആ പെരുമ്പാമ്പ്, ഹായ് പെരുമ്പാമ്പ്. പൈത്തൻ, പെരുമ്പാമ്പ് എന്തേ? ഹായ് പെരുമ്പാമ്പ്. പെരുമ്പാമ്പ്, പെരുമ്പാമ്പ് കുഞ്ഞു പാമ്പാന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ഭയങ്കര റെസ്റ്റ് എടുക്കുക, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ട, പുറമെ ഇവിടുന്ന് കണ്ടാൽ മതി.
മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത്, ശല്യം ചെയ്യുന്നതും വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് കുറ്റവും ശിക്ഷാർഹവുമാണ്. നമ്മളിങ്ങനെ ശല്യം ചെയ്യാൻ പോണേ അല്ലേ? എനിക്കല്ലെങ്കിൽ ഈ സാധനത്തെ പേടിയാ. ഇത്ര ദൂരെ കാണുന്നത് എനിക്ക് കാലും മുട്ടും കയ്യിലൊക്കെ വിറയ്ക്കുക. അപ്പോഴാണ് ഞാൻ ശല്യം ചെയ്യാൻ പോണേ. അപ്പൊ എന്തായാലും ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഉണ്ട്. പെരുമാമിനെ ഒരു വട്ടം ചുറ്റി. നെക്സ്റ്റ് സ്വർണ്ണക്കോഴിയെ കണ്ടു, മയിലിനെയും കണ്ടു. ഇവര് നമ്മൾ എന്തായാലും ഈ മൂങ്ങയടുത്ത് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. എന്താ സെൽഫി വിത്ത് മൂങ്ങ. മൂങ്ങ കുറൂ 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 കുറൂ. ഒറിജിനൽ മൂങ്ങ. കണ്ണ് കണ്ട എന്ത് വലിയ കണ്ണെന്ന് നോക്കി. എവിടെയോ നോക്കി നിൽക്കും. പക്ഷെ നല്ല കൊക്ക്. കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളിയുള്ള പല സാധനങ്ങളും ഇവിടെ ആർക്കായിട്ട് നോക്കിയിട്ടുണ്ട്. അടിപൊളി കീരിയാ തോന്നുന്നു. ഇല്ല ഗൈസ്, മുള്ളമതിയാണ്. മുള്ളമതിയെ ഇതുപോലെ ആർട്ട് വർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് പക്ഷിക്കൂട്. പക്ഷിക്കൂടാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ എന്താ പറയുക, നമ്മൾ പോണത് ബട്ടർഫ്ലൈ മ്യൂസിയമാണ്. ബട്ടർഫ്ലൈ മ്യൂസിയം ബട്ടർഫ്ലൈക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു മ്യൂസിയമാണ്. ഇവിടെയൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നില്ല. അടിപൊളി, അത്രയും നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷികളുടെ വിജ്ഞാന കേന്ദ്രമാണ്. ഇതിലേക്ക് പക്ഷിയെക്കുറിച്ചുള്ള പഠനവും പിന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് ഇത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ വെറുതെ മൈസൂരും വണ്ടർലേക്ക് ടൂർ പോകുന്നതിനും നല്ലത് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ വരുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അവർക്കൊക്കെ പറ്റിയാണ് ഈ ഒരു സംഭവമൊക്കെ. അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ സ്പോർട്സ് അവർക്കൊക്കെ വേണ്ടിയാണ് കാണിക്കുന്നത്. ബട്ടർഫ്ലൈയെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ വീഡിയോയെടുക്കാം. പൂഴിത്താതി തേന്മാവ്, ഉത്രത്താതി കരിമ്പന. കരിമ്പനയിൽ ലേഷ്യൊക്കെയുള്ള അതിൻ്റെ കരിമ്പന. മറ്റൊരു രേവതി ഇലിപ്പ, അരിയിലിപ്പ. എന്തൊക്കെ ഞാൻ കാണാത്ത വ്യത്യസ്തമായിട്ടുള്ള പുഷ്പങ്ങളും സസ്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എരിക്ക നമ്മുടെ ഇതിൻ്റെ അടുത്തുള്ളതല്ലേ, അതൊന്നല്ല. പക്ഷെ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ് ഇവിടെയൊക്കെ. നല്ല രസമാണ്. ഇവിടെ നിന്ന് പോകാനേ മനസ്സ് തോന്നിട്ടില്ല, അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ആ കാര്യത്തിൽ ഹാൻഡ്സ് ഓഫ് ആണ്. എൻ്റെ പൊന്നോ, നല്ല നോക്കി. ഇവിടെ മൊത്തം നല്ല തണലാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. ഞാൻ പറയണ്ടേ, ഓരോ വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളുണ്ട്, അതായത് വ്യത്യസ്തമായിട്ടുള്ള പക്ഷികൾ, വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നല്ല വൃത്തിക്കാണ് ഇവിടെ മെയിനായിട്ട് പറയേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. വൃത്തിക്കാണ് സൂക്ഷിക്കണം. നമ്മൾ ഇതിനു മുമ്പ് പോയ പല സ്ഥലങ്ങളും അത്ര വൃത്തിക്കല്ലായിരുന്നേ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നല്ല വൃത്തിക്കാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ചിത്രങ്ങളും രൂപങ്ങളും സ്പർശിക്കരുത്. ഓക്കെ, വെൽക്കം ടു ഡോക്ടർ അലിയുടെ അടിപൊളി പടമാണ്. ആർട്ടിനൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ആർട്ടൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷികൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യനാണ് ഇത് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല അടിപൊളി ആർട്ടാണ്. സ്പർശിക്കില്ല എന്നൊരു കാരണം കൊണ്ട് നമ്മൾ സ്പർശിക്കുന്നില്ല, പക്ഷെ നല്ല അടിപൊളി ആർട്ട് വർക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ലോഡ് ഓഫ് പക്ഷിയാണ്. ഒരു വംശനാശ ഭീഷണി, മനുഷ്യർ കാണുന്ന വംശനാശ ഭീഷണി നേരിട്ട പക്ഷിയാണ്. ഒരു ദ്വീപിൽ മാത്രം കണ്ടുവരുന്ന ഒരു പക്ഷിയാണ്. മടിയൻ പക്ഷി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പക്ഷിയാണ്. അതുപോലെ വ്യത്യസ്തമായി നമ്മൾ കണ്ടതും കാണാത്തതുമായ പല വ്യത്യസ്തമായിട്ടുള്ള പക്ഷികളാണ് നമുക്ക് കാണുന്നത്. ഇതിൽ കാണുന്ന പകുതി പക്ഷികളും വംശനാശ ഭീഷണി നേരിടുന്നതും വംശനാശം ഭീഷണിയായതുമായുള്ള പക്ഷികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പകുതി പക്ഷി ഞാൻ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത പല പക്ഷികളുമുണ്ട്. ആണ് അല്ലി സാറിൻ്റെ ടോമിക്സാണ്. അദ്ദേഹത്തിൻ്റെ പക്ഷികൾക്ക് വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യൻ്റെ
ബയോഗ്രഫിയാണ് ഇത് കാണുന്നത്. അദ്ദേഹം എടുത്ത ഫോട്ടോസ് ആവും ഇതൊക്കെ. മരത്തിൽ കെട്ടിയിട്ടുള്ള ഏറ്റവും വലിയ തൂക്കണാക്കുരുവിയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തൂക്കണാക്കുരുവിയുടെ കൂടാണ് ഇതൊക്കെ കാണുന്നത്. ഓക്കെ, നമ്മൾ നേരെ പോവാണ്. നമ്മൾ ഇത്രയും നേരം എടുത്ത വീഡിയോസൊക്കെ ഒരു 5% വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ടിജോ ബ്രോ നമ്മുടെ കൂടെ ഉണ്ട്. ടിജോ ബ്രോയ്ക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ടിജോ ബ്രോയുടെ ചാനൽ നോക്കുക. നല്ല രസമാണ്. ഇവിടേക്ക് ഒരിക്കലെങ്കിലും വരണം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. വിചാരിച്ചേക്കാളൊക്കെ അപ്പുറം നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഈ 2 ലൊക്കേഷനും. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കനോടൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടാറ്റ.